കൃഷി മാസ്റ്ററിൻ്റെ പുതിയൊരു ലക്കത്തിലേക്ക് ഏവർക്കും സ്വാഗതം. കേരളത്തിൽ കൃഷി ചെയ്യുന്ന പച്ചക്കറികളിൽ ഏറ്റവും അധികം പോഷക ഗുണമുള്ള ഒരു ചെടിയാണ് മുരിങ്ങ. മുരിങ്ങയുടെ ഇല, പൂവ്, കായ ഇതെല്ലാം തന്നെ നമുക്ക് പച്ചക്കറിയായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. മുരിങ്ങയുടെ ഇലയിലാണ് ഏറ്റവും കൂടുതൽ പോഷകാംശമുള്ളത്. മുരിങ്ങ ഇലയിൽ പാലിനേക്കാൾ 7 മടങ്ങ് കാൽസ്യം കൂടുതലുണ്ട്. അതുപോലെ തന്നെ ഓറഞ്ചിനേക്കാൾ 4 മടങ്ങ് വൈറ്റമിൻ സിയുമുണ്ട്. അപ്പം മുരിങ്ങയിൽ പല വിധമുണ്ട്. അതിൽ ചെടി മുരിങ്ങ മാത്രമാണ് വിത്ത് വഴി നടുന്നത്. നല്ല മൂത്ത ചെടികളിൽ നിന്നും വിത്തെടുത്ത് 12 മണിക്കൂറോളം സമയം വെള്ളത്തിൽ കുതിർത്ത് നട്ടാൽ മതി. വിത്ത് പാകി മുളച്ച് ഏതാണ്ട് 20-25 സെൻറ്റിമീറ്റർ ഉയരമാകുമ്പോൾ നല്ല ഒരു കുഴിയെടുത്ത് ജൈവ വളമിട്ട് നമുക്ക് നടാവുന്നതാണ്. ചെടികൾ മുളപ്പിക്കുന്നതും മാറ്റി നടുന്നതുമെല്ലാം മഴക്കാലത്തിന് മുമ്പായിരിക്കണം. മാറ്റി നട്ട് 4 മാസം കഴിയുമ്പോൾ നമുക്ക് ജൈവ വളം കൊടുക്കാവുന്നതാണ്. ഉണക്കി പൊടിച്ച ചാണകവും അതിൻ്റെ കൂടെ കുറച്ച് വേപ്പിൻ പിണ്ണാക്കും സ്വല്പം ചാരവും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് ഒരു 3-4 ചിരട്ട അളവിൽ മുരിങ്ങയ്ക്ക് കൊടുത്തു കഴിഞ്ഞാൽ അത് നന്നായി ശാഖകൾ ഒന്ന് വളരും. ചെടി മുരിങ്ങയുടെ തൈകൾ വളർന്ന് ഒരു 9 മാസം ആകുമ്പോഴേക്കും പൂവിട്ട് നിറയെ കായ്ഫലം ലഭിക്കും. ഓരോ വർഷവും കായ്ഫലം ഉണ്ടാവൽ കഴിഞ്ഞാൽ, അതായത് മുരിങ്ങയുടെ സീസൺ കഴിഞ്ഞാൽ കൊമ്പുകളെല്ലാം ഒന്ന് വെട്ടി മാറ്റി കൊടുക്കണം. ചെടി മുരിങ്ങയിൽ പ്രധാനമായും PKV1, PKV2 എന്ന വിത്താണ് കൂടുതൽ വിളവ് ലഭിക്കുന്ന ഇനങ്ങൾ. പിന്നെ മുരിങ്ങ നട്ടു വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, മുരിങ്ങ പൂവിടുന്നതിനും കായ്ഫലം ലഭിക്കുന്നതിനും വെള്ളത്തിൻ്റെ വലിയ ആവശ്യമൊന്നുമില്ല എന്നതാണ്. അതേസമയം നമ്മൾ ഇലക്ക് വേണ്ടിയാണ് കൃഷി ചെയ്യുന്നതെങ്കിൽ ഇടക്കിടക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത് നല്ലതാണ്. ശരിക്കും വരണ്ട കാലാവസ്ഥയിൽ പൂവിടാനും കായ്ക്കാനും ഇഷ്ടപ്പെടുന്ന ഒരു വിളയാണ് മുരിങ്ങ. ജനുവരി, ഫെബ്രുവരി, മാർച്ച് മാസത്തിൽ മുരിങ്ങയുടെ ചുവട്ടിൽ നനക്കാതെ ശ്രദ്ധിക്കുക. കാരണം ആ സമയത്താണ് മുരിങ്ങ പൂവിടുക. നനവ് കൂടുതലുണ്ടെങ്കിൽ പൂക്കാതെ നിൽക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ സാധാരണ ചെടി മുരിങ്ങ നട്ട് 9-ാം മാസത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യാറുണ്ട്. അതുപോലെ മുരിങ്ങ നടുന്നത് നിങ്ങളുടെ പറമ്പിൽ ഏറ്റവും അധികം സൂര്യപ്രകാശം എവിടെയാണോ ലഭിക്കുന്നത് അവിടെ ആയിരിക്കണം മുരിങ്ങ നടാൻ തിരഞ്ഞെടുക്കേണ്ടത്. മറ്റെല്ലാ പച്ചക്കറികളും വളർത്താൻ പറ്റിയ സമയം മഴക്കാലമാണ്. എന്നാൽ ചെടി മുരിങ്ങയെ സംബന്ധിച്ച് ഒരിക്കലും മഴക്കാലത്ത് നട്ടുപിടിപ്പിക്കരുത്. ചെടി മുരിങ്ങ വളർന്ന് പന്തലിച്ച് നിൽക്കുമ്പോഴായിരിക്കും ഇലകളെല്ലാം മഞ്ഞളിപ്പ് ബാധിക്കുന്നതായി കണ്ടുവരാറുണ്ട്. മഗ്നീഷ്യം എന്ന മൂലകങ്ങളുടെ അഭാവം മൂലമാണ് പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നത്. അപ്പോൾ നാം ശ്രദ്ധിക്കേണ്ടത്, ഒരു 3 മാസം ആകുമ്പോൾ മുരിങ്ങയ്ക്ക് 25 ഗ്രാമെങ്കിലും മഗ്നീഷ്യം സൾഫേറ്റ് എന്ന് പറയുന്ന വളം ചേർത്ത് കൊടുക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ ചെടി നട്ട് 1.5 വർഷമാകുമ്പോൾ 3 അടിയിൽ കൂടുതൽ പൊക്കത്തിൽ വളർന്നിട്ടുണ്ടെങ്കിൽ പരമാവധി 4-5 ശിഖരങ്ങൾ മാത്രം വളരാൻ അനുവദിക്കുക. ബാക്കിയെല്ലാം മുറിച്ച് നീക്കണം. നേരത്തെ പറഞ്ഞ പോലെ ശരിയായ രീതിയിൽ കൊമ്പ് കോതൽ, വളരെ കുറച്ച് മാത്രം, അതായത് ജീവൻ നിലനിർത്താൻ വേണ്ടി മാത്രം നനച്ചു കൊടുക്കുക, അത്യാവശ്യ വളം ചേർക്കൽ, ഇത് 3 മുരിങ്ങയ്ക്ക് ചെയ്തു കൊടുത്താൽ എല്ലാ വർഷവും കൈയെത്തും ദൂരത്ത് തന്നെ നമുക്ക് ഇഷ്ടം പോലെ മുരിങ്ങ വിളവെടുക്കാൻ പറ്റും. ശരിക്കും പറഞ്ഞാൽ കേരളത്തിലെ പോഷക ദാരിദ്ര്യത്തിനുള്ള ഒരു മറുപടിയാണ് മുരിങ്ങ. മുരിങ്ങ നമുക്ക് അടുക്കള മുറ്റത്തും മട്ടുപ്പാവിലും ഒക്കെ നട്ടു വളർത്താം. അതൊരു ശീലമാക്കി കഴിഞ്ഞാൽ മലയാളിയുടെ മിക്ക ആരോഗ്യ പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഷെയറും ചെയ്യുമല്ലോ. ഇനി മറ്റൊരു കൃഷി അറിവുമായി വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു.